കേന്ദ്രം വളരെ വ്യക്തമായി തന്നെ വയനാടിൻ്റെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് മറുപടി നൽകിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ഹൈക്കോടതിയിൽ വാദം കേട്ടെങ്കിലും അത് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കേന്ദ്രം സഹായം നൽകില്ലല്ലോ എന്നറിയിച്ചിട്ടില്ലല്ലോ എന്നുള്ള വാദങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ എന്താണ് മനസ്സിലാകുന്നത്? കേന്ദ്രം കേരളത്തെ കൈവിടുക തന്നെയല്ലേ? അതിപ്പോൾ ഇപ്പോൾ മനസ്സിലാവേണ്ട കാര്യമൊന്നുമില്ല. ഇത് നേരത്തെ മുതൽ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സഹായമൊന്നും കേരളത്തിന് കിട്ടാൻ പോകുന്നില്ല, അധിക സഹായമൊന്നും കേരളത്തിന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് നേരത്തെ മനസ്സിലായത്. ഇല്ലെങ്കിലിപ്പോൾ കേരളത്തിൽ ഈ വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഈ വലിയ ഉരുൾപൊട്ടൽ 251 പേര് മരിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു ദുരന്തം. ഒരുപാട് വീടുകൾ നശിച്ചു, ഒരുപാട് സ്വത്ത് നശിച്ചുപോയി, ഒരുപാട് മനുഷ്യർ ഡിസ്പ്ലേസ്ഡായി, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ആന്ധ്രയിലും തെലുങ്കാനയിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അവിടെ ഡയറക്റ്റായിട്ട് ഇത്രയും പേര് മരിച്ചിട്ടില്ല. പക്ഷേ ഇമ്മീഡിയറ്റായിട്ട് കേന്ദ്ര മന്ത്രിമാർ വന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ വരുന്നു, കേന്ദ്ര കൃഷിമന്ത്രി വരുന്നു, മറ്റേ എന്താ പറയുക, നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നു, വളരെ പെട്ടെന്ന് 3000 കോടി രൂപ സഹായം പ്രഖ്യാപിക്കുന്നു. അവിടെ പെട്ടെന്ന് അത് കൊടുത്തു. അതുപോലെ ഹിമാചൽ പ്രദേശിൽ കൊടുത്തു, പിന്നെ വേറെ 1-2 സംസ്ഥാനങ്ങളിൽ കൊടുത്തു, ഇതൊക്കെ കൊടുത്തു. പക്ഷേ കേരളത്തിന് ഇമ്മീഡിയറ്റായിട്ട് ഒരു സഹായവും കേന്ദ്രം പ്രഖ്യാപിച്ചില്ല. അപ്പോൾ അപ്പം തന്നെ ക്ലിയറാണ് ഇത് കിട്ടാൻ പോകുന്നില്ല. നമുക്കിതിനു മുമ്പ് 2019 പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ സഹായം അഭ്യർത്ഥിച്ചു, നമുക്ക് തന്നില്ല. 2018 പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ അതിന് കുറച്ച് സഹായമൊക്കെ തന്നു. പക്ഷേ ആ സഹായം തരുമ്പോൾ തന്നെ പ്രളയകാലത്ത് വ്യോമസേനയുടെ വിമാനം ഉപയോഗിച്ചതിനുള്ള പണം തിരിച്ചു തരണം എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. അതുപോലെ അന്ന് തന്ന അരിക്ക് കണക്ക് ചോദിച്ചു. അപ്പോൾ ഇതാണ് ഒരു മനോഭാവം. ആ മനോഭാവത്തിൻ്റെ തുടർച്ചയാണ് നമ്മളിവിടെയും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഇത് കേട്ടപ്പോൾ. ഇത് ഈ ദിവസം വരുന്നതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പറയുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്നു, അതുകൊണ്ടാണ് മറുപടി വരുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ നോക്കുക. കേരളത്തിലെ എല്ലാ ഉപതെരഞ്ഞെടുപ്പും അവസാനിക്കാനിരുന്നത് നവംബർ 13-ാം തീയതിയാണ്. അതായത് പാലക്കാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും വയനാടാണെങ്കിലും ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ അവസാനിക്കാനിരുന്നത് 13-ാം തീയതിയാണ്. അപ്പോൾ 13-ാം തീയതി കഴിഞ്ഞിട്ട് ഈ മറുപടി കൊടുത്താൽ മതി. അത് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മറുപടി കൊടുത്താൽ മതി എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മറുപടി ഇപ്പോൾ കിട്ടിയത്. അതിനുശേഷം ഉദ്യോഗസ്ഥർക്ക് പിന്നെ ഇത് 13-ാം തീയതി കൊടുത്ത് 13-ാം തീയതി കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ 13-ാം തീയതി കഴിഞ്ഞ് കൊടുക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് 13-ാം തീയതിയിൽ നിന്ന് അവിടുത്തെ പ്രാദേശിക സാഹചര്യം പരിഗണിച്ച് 20-ാം തീയതിയിലേക്ക് മാറ്റി എന്നുള്ളൊരു കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ അപ്പോൾ ഒന്നുള്ളന്നില്ല. അത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ 20-ാം തീയതി കഴിഞ്ഞിട്ടേ പുറത്തേക്ക് വരുള്ളായിരുന്നു. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, അത്ഭുതമൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു സിനിമയിൽ നമ്മുടെ സലീം കുമാർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് ഇങ്ങനെ അഭിഭാഷകനായി ചെന്ന് ജാമ്യത്തിലൊരു പ്രതിയെ പുറത്തിറക്കിയതിന് ശേഷം ഇങ്ങനെ കീശയിലേക്ക് ഊതി നോക്കിയിട്ട് നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ, കാശൊന്നും ഇല്ല അല്ലേ എന്ന് ചോദിക്കുന്നത് ഏതാണ്ട് അതുപോലെയാണ്. പ്രധാനമന്ത്രി ഇവിടെ വരുന്നു, അദ്ദേഹത്തിൻ്റെ ദുഃഖാർത്ഥമായ മുഖം അല്ലെങ്കിൽ അഭിനയ ഭാവങ്ങൾ നമ്മൾ കാണുന്നു, കുട്ടികളെ എടുക്കുന്നു, അദ്ദേഹം പോയി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം കാണുന്നു, അവിടെ അദ്ദേഹത്തിൻ്റെ വളരെ അനുകമ്പാർദ്രമായ മുഖഭാവങ്ങളുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ആളുകളെ കാണിക്കുന്നു. ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുമാത്രമേ ഒരുപക്ഷെ ഉണ്ടാകാനും ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ ഇത്രയും തുക കിടക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടല്ലല്ലോ കേരളം ചോദിക്കുന്നത്. സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം തരുന്നത് അതിലൊരു വിഹിതം കേന്ദ്രത്തിൻ്റെതാണ്, ബാക്കി സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അത് എല്ലാ കൊല്ലവും തരുന്നതാണ്. അത് ഈ കൊല്ലം മാത്രമല്ല, വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ആ വിഹിതം കേന്ദ്രം തരേണ്ടതാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ, അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ അതവിടെ കിടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടല്ല കേരളം ചോദിക്കുന്നത്. അതുണ്ടായാൽ മാത്രം പരിഹരിക്കാൻ പറ്റുന്നൊരു ദുരന്തമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണം, ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗം തിരിച്ചു നൽകണം, ഒരുപാട് ജീവിതങ്ങളെ തിരിച്ച് അവരുടെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം. അതിന് ഒരുപാട് വ്യയം ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പണമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനോട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് തരാൻ പറ്റില്ല എന്ന് പറയാൻ അതൊരു മനോഭാവമാണ്. അതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കുന്ന സ്വഭാവമാണ്. അതിപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല, പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിന് കടമെടുക്കാവുന്ന പണം വെട്ടിക്കുറച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അനുവദിച്ച പണം തന്നെ എടുക്കാനുള്ള അനുവാദം നൽകാതിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിന് GST വിഹിതം കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്.
മുൻകാലത്ത് GST ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള തുക യഥാർത്ഥ സമയത്ത് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ കണ്ട് അങ്ങനെ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല.